അസ്സലാമു അലൈക്കും. കൈഫുൽ ഹാലിക്കും സെയിൻ. എല്ലാ എൻ്റെ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അരക്കുള്ള പരീക്ഷയ്ക്ക് പോയിട്ട് പിന്നെ ഇപ്പോഴല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ വാർഷിക പരീക്ഷ വന്ന് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ മാതാപിതാക്കൾ ഒപ്പം ഇരുത്തി വേണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഇത് ഉത്തരസഹിതമുണ്ട്. ഫിഖഹാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇൻഷാ അല്ലാഹ്. ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ശരി നൽകാനാണ്. 1. നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ചൊല്ലണം. എന്താണ് ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാഹ് എന്നാണോ അസ്തഗ്ഫിറുല്ലാഹ് എന്നാണോ? അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. അൽഹംദുലില്ലാഹ് എന്നത് ഭക്ഷണത്തിന് ശേഷം ചൊല്ലേണ്ടതാണ്. 2. നിസ്കാരത്തിൽ രണ്ടാം സലാം വീട്ടൽ സുന്നത്താണോ നിർബന്ധമാണോ? നിസ്കാരത്തിൽ രണ്ടാം സലാം വീട്ടിൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. 3. സുജൂദിൽ തലയുടെ ഭാരം നിലത്ത് പതിയണമോ? നിലത്ത് പതിയേണ്ടതില്ലയോ? നിലത്ത് പതിയണം, അതാണ് ശരി. 4. 2 സുജൂദിനിടയിൽ ഇരിക്കൽ എന്താണ്? സുന്നത്താണോ ഫർളാണോ? നമുക്കറിയാം അത് ഫർളായിട്ടുള്ള കാര്യമാണ്. 5. വലാ യഅ്സുമൻ അലൈക്കയാണോ ആദൈതാണോ? വലാ യഅ്സുമൻ ആദൈതാണ്. 6. തബാറകത റബ്ബന ഡാഷ് വതആലൈതാണോ വതആലംതയാണോ വതആലൈതാണോ? നമുക്കറിയാം വതആലൈതയാണ്. പനൂത്തിലെയാണല്ലേ. എങ്കിൽ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം. 1. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. 2 എഴുതേണ്ടത്. ഇവിടെ എല്ലാതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. നിസ്കാരത്തെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക, ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക, 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ ഉച്ചരിക്കുക, തുടർച്ചയായി 3 തവണ അനങ്ങുക. ഇതിൽ നിന്നും ഏതെങ്കിലും ഒക്കെ ഒന്ന് എഴുതുക. അടുത്തത് രണ്ടാമത്തെ നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ. 1 കാലിൽ നിൽക്കൽ, നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വയ്ക്കൽ, തലയും ചുമലും തുറന്നിടൽ, വസ്ത്രം മൂടി എന്നിവ ചുരുട്ടിവെക്കൽ എന്നിവയാണ് നിസ്കാരത്തിലെ കറാഹത്തുള്ള കാര്യങ്ങൾ. ഇതിൽ നിന്നും 2 മാത്രം. അടുത്തത് ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും. 2. നടുവിന് കൈ കൊടുക്കൽ. 3. പ്രവർത്തനം പൂർത്തിയാക്കാം. വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമമാതി വമിൻ ഫിത്നത്തിൽ ഡേഷ് അൽ മസീഹി ദജ്ജാൽ. 2. വഅല ആലിഹി ഇബ്രാഹീമ ഫിൽ ആലമീന ഡേഷ് ഇന്നക ഹമീദും മജീദ്. 3. അസ്സലാമു അലൈക്കും എന്നതാണ് സലാമിൻ്റെ വചനം. വറഹ്മത്തുള്ളാഹ് എന്ന് കൂടി ഡേഷ് പറയൽ സുന്നത്തുണ്ട്. 4. അത്തുമഇനിയത്ത് എന്താ? അനക്കം അടങ്ങുകയാണ് ഇതിൻ്റെ ഡേഷ്, ഇതിൻ്റെ വിവക്ഷ. 4. ഉത്തരം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവട്ടം മടക്കി നിസ്കരിപ്പിച്ച നിസ്കാരം ഏതാണ്? തുമഇനിയത്ത് ഇല്ലാത്ത നിസ്കാരം. 2. ഒരു വിശ്വാസിയെ കൂടുതൽ അല്ലാഹുവുമായി അടുപ്പിക്കുന്ന ഇബാദത്ത് ഏതാണ്? നിസ്കാരം. 3. വുളൂഇന് നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പുവരുത്തണം ആര്? നിത്യ അശുദ്ധിയുള്ളവരും. ഓക്കെ. 4. നജസിൽ പെടാത്ത ശവങ്ങൾ ഏതെല്ലാം? മനുഷ്യന്, മത്സ്യം, ജറാദ്. 5. വിസർജനം ഹറാമാണ് എവിടെ? മറ കൂടാതെ ഖിബലക്ക് മുന്നിട്ടും പിന്നിട്ടും നിൽക്കൽ വിസർജനത്തിന് ഹറാമായ സ്ഥലങ്ങളാണ്. 5. പ്രവർത്തനം വ്യക്തമാക്കാം. 1. ഫർളായ കുളിയുടെ നിയത്ത് എന്താ? കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു. 2. വുളൂഇൽ 2 മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ടത് അഊദും ബിസ്മിയും ഷഹാദത്തും പിന്നെ അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ എന്നതും. അടുത്തത് 3. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ. ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. 4. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വദഖത വബരിർത. 5. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ. ക്രമത്തിലാക്കിക്കേ. 6. പ്രവർത്തനം ക്രമത്തിലാക്കാനാണ്. ഒന്നെന്താ? നമുക്ക് ശരിക്കും ക്രമത്തിലാക്കി വായിക്കാം. റബ്ബി ഗഫിർലി വലിവാലിദിയ
റബ്ബി ഇർഹംഹുമ, പിന്നെ കമാ റബ്ബയാനി സ്വഗീറ. ഏഴാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. റബ്ബി ഗഫിർലി ഡേഷ്, റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി ഡേഷ് വർഫഅനി വർസുഖ്നി വഹ്ദിനി ഡേഷ് വആഫിനി. എട്ടാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതാം. 1. വബാരിക് ലി ഫീമ അഅ്തൈത്, നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ എന്നാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസ് ഇവിടെ ഫിഖഹിൻ്റെ മോഡൽ പരീക്ഷ പേപ്പർ അവസാനിച്ചിരിക്കുന്നു. ഇൻഷാ അള്ളാഹ് കുട്ടികളെ ഇരുത്തി നിങ്ങളൊപ്പം ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.